കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്രണ്ട് എൻഡിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. സോ ഇന്ന് നമുക്ക് ബാക്ക് എൻഡിനെ കുറിച്ച് പഠിക്കാം. വെൽക്കം ബാക്ക് ടു ടെക്സ് ഇൻ ടാക്സ് വിത്ത് സൃഷ്ടി. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫ്രണ്ട് എൻഡ് എന്താണെന്നും അതിന്റെ ടൂൾസിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നമുക്ക് ബാക്ക് എൻഡിനെ കുറിച്ച് മനസ്സിലാക്കാം. ബേസിക്കലി ബാക്ക് എൻഡ് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റിന്റെ സെർവർ സൈഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ആപ്ലിക്കേഷൻ. അതായത് ഫ്രണ്ട് എൻഡ് പവർ ചെയ്യുന്ന ലോജിക്, ഡേറ്റാബേസ് ഇന്ററാക്ഷൻ, സെർവർ കോൺഫിഗറേഷൻസ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത് ബാക്ക് എൻഡ് ആണ്. നമ്മൾ ഫ്രണ്ട് എൻഡിനെ കുറിച്ച് പഠിച്ച സമയത്ത് അവിടെ യൂസ് ചെയ്തിരുന്ന ബേസിക് ലാംഗ്വേജസിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അതേപോലെ ബാക്ക് എൻഡിലും കുറച്ച് ലാംഗ്വേജസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പൈത്തൺ, PHP, ജാവ, റൂബി, അതോടൊപ്പം തന്നെ ഡേറ്റാബേസസ് ആയിട്ടുള്ള MySQL, PostgreSQL ഓർ MongoDB. സോ ഈ ടെക്നോളജീസ് ഒക്കെ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്കും ബാക്ക് എൻഡ് ഡെവലപ്മെന്റ് മാസ്റ്റർ ചെയ്യാൻ കഴിയും. ഡേറ്റ ഈസ് പ്രോസസ്ഡ്, സ്റ്റോർഡ് ആൻഡ് ഡെലിവേർഡ് ടു ദ ഫ്രണ്ട് എൻഡ് എഫിഷ്യന്റ്ലി. ഇതൊക്കെയാണ് ബാക്ക് എൻഡ് എൻഷുർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. ഇതോടൊപ്പം തന്നെ ഡേറ്റ റിട്രൈവൽ, യൂസർ ഒതന്റിക്കേഷൻ ആൻഡ് സെർവർ റെസ്പോൺസസ് പോലുള്ള ഫംഗ്ഷനാലിറ്റീസിനെയും ഇത് എനേബിൾ ചെയ്യുന്നുണ്ട്. സോ ഈ ബാക്ക് എൻഡ് കാണുന്ന പോലെ നമുക്ക് കാണാൻ കഴിയില്ലെങ്കിൽ കൂടി അത് അത്ര നിസ്സാരമല്ല. സോ ഒരു വെബ്സൈറ്റിന്റെ ഫ്രണ്ട് എൻഡ് കാണുമ്പോൾ നമ്മൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിനെ മാത്രം അപ്രീഷിയേറ്റ് ചെയ്യരുത്, അവിടെ ബാക്ക് എൻഡ് ഡെവലപ്പറിന്റെ ഒരു എഫോർട്ട് കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കണം. Then stay tuned for next tech video.